ഹായ് മക്കളെ, നമ്മുടെ ആനുവൽ എക്സാമിനേഷൻ ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞു. നിങ്ങൾ എക്സാം ഹാളിൽ എക്സാം ഡേൻ്റെ അന്ന് പോയിട്ട് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധ്യതയുള്ള അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. ഇതിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാവില്ല. നോക്കുക, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം സെറ്റ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. എ എന്ന സെറ്റിനും, ഫോർ എക്സാമ്പിൾ സാർ എഴുതാം, വരയ്ക്കാം, ഡയഗ്രം വരയ്ക്കാം. ഇത് യൂണിവേഴ്സൽ സെറ്റ്, അതിൻ്റെ ഉള്ളിലുള്ള സെറ്റാണ് എ. ഇതാണ് എ എന്ന സെറ്റ്. അതിൻ്റെ പുറത്തുള്ളത് മൊത്തത്തിൽ അതാണ് എന്ത്, എ കോംപ്ലിമെന്റ്. അതിന് രണ്ടിനും കൂടെ കോമൺ എലമെന്റ് ഉണ്ടോ? ഇല്ല. കാരണം എയും എന്റെ പുറത്തുള്ളതും അതിന് രണ്ടിനും കൂടെ കോമൺ എലമെന്റ് ഉണ്ടോ? ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ എലമെന്റ്സ് വേണം. ഉണ്ടോ? ഇല്ല. സോ ദാറ്റ് ഈസ് നൾ സെറ്റ്. ദാറ്റ് ഈസ് നൾ സെറ്റ്. നെക്സ്റ്റ് വൺ, യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. പ്രൂവ് ചെയ്യാനാണ് എന്ത്, എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. നമുക്ക് ആദ്യം എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് 2 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്, 2 3 4 അപ്പോൾ 3ഉം 4ഉം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 2 3 4 ആണ്. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റോ, എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റോ? ഈ 2 3 4 അതായത് എ ഇന്റർസെക്ഷൻ ബിനെ നിങ്ങൾ യു എന്ന് ഒഴിവാക്കുക. ബാക്കി എന്തൊക്കെ യു എന്ന് വെച്ചാൽ അത് എഴുതുക. അതായത് ആരൊക്കെ ഒഴിവാക്കേണ്ടത്? നമ്മൾ ആരൊക്കെ ഒഴിവാക്കേണ്ടത്? 2 3 4 2 3 4 ഒഴിവാക്കി. ബാക്കി എന്തൊക്കെയുള്ളത്? 1 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. അതാണ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ആദ്യം എ കോംപ്ലിമെന്റ് എഴുതുക. എ കോംപ്ലിമെന്റ് എന്താ? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയിലുള്ള എലമെന്റ്സ് യു എന്ന് ഒഴിവാക്കണം. ഓക്കെ, എയിലെ എലമെന്റ്സ് ഏതൊക്കെയാ മക്കളെ? 2 3 4 യു എന്ന് ഒഴിവാക്കുക. 2 3 4 യു എന്ന് ഒഴിവാക്കിയാൽ 1 5 6 ആണ് വരിക. അപ്പോൾ എ കോംപ്ലിമെന്റ് ആയി. ഇനി ബി കോംപ്ലിമെന്റ് എന്താ? ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ബിയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 2 3 4 6 അത് എയിൽ നിന്ന് ഒഴിവാക്കാം. 2 3 4 6 അത് എയിൽ നിന്ന് ഒഴിവാക്കി. ബാക്കി ആരൊക്കെ ഉണ്ടാവുക ബി കോംപ്ലിമെന്റ് ആയിട്ട്? 2 3 4 6 ഒഴിവാക്കി 1 5. ഓക്കെ, അതിന്റെ രണ്ടിന്റെയും എ കോംപ്ലിമെന്റിന്റെയും ബി കോംപ്ലിമെന്റിന്റെയും യൂണിയൻ ആണ്. രണ്ടും കൂടി ഒരുമിച്ച് എഴുതുക. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. സിമ്പിൾ. നോക്ക് മക്കൾ, ഏതൊക്കെയാണുള്ളത്? 1 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. 1 5 6 1 റിപ്പീറ്റ് ചെയ്ത് എഴുതരുതേ. അതായത് ഇവിടെ ഒരു 1 ഉണ്ട്, വീണ്ടും ഒരു 1, അപ്പോൾ 2 1 അങ്ങനെ എഴുതരുത്. ഒരു എലമെന്റ് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഓക്കെ, സോ 1 5 6 എഴുതി. താഴെയുള്ളത് 1 5 ആണ്. അത് ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ ഇത് രണ്ടും ഈക്വൽ അല്ലേ? എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റും എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റും രണ്ടും നമുക്ക് സെറ്റ് 1 5 6 അല്ല കിട്ടിയത് ആണ്. സോ നമുക്ക് എഴുതാം, therefore എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. കഴിഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് വൺ നോക്കാം. ഇഫ് എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ഫാക്ടർ ഓഫ് 6. അങ്ങനെ വെച്ചാൽ എ എന്ന സെറ്റ് ഏതാ വരിക? സെറ്റ് ഓഫ് ഓൾ എക്സ് ആണ് സച്ച് ദാറ്റ് എക്സ് എ ഫാക്ടർ ഓഫ് 6. 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 6നെ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത്രയും നമ്പേഴ്സ് ഉണ്ടല്ലോ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ 6നെ. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ബി എന്ന് പറയുന്ന സെറ്റ്. ബി എന്ന് പറയുന്ന സെറ്റ് ഏതാണെന്ന് പറഞ്ഞത്? എക്സ് ഇസ് എൻ ഇവൺ ഇൻഡിജർ ആണ്. ഇവൺ ആണ്. ആൻഡ് മോർ ഓവർ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2ന്റെയും 9ന്റെയും ഇൻ ബിറ്റ്വീൻ ആണ്. 2ന് ഈക്വൽ ആവാൻ കുഴപ്പമൊന്നുമില്ല. ഈക്വൽ, ലെസ് ദാൻ ഓർ ഈക്വൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈക്വൽ ആവാം. ആൻഡ് ഇവൺ ഇൻഡിജർ മാത്രം. അപ്പോൾ 2 എടുക്കാം നമുക്ക് ആദ്യം. 2 കഴിഞ്ഞിട്ടുള്ള ഇവൺ ഇൻഡിജർ ഏതാ? 4, പിന്നെ 6, പിന്നെ 8. അത്രയേ പാടുള്ളൂ. കാരണം 9നേക്കാളും കുറവായിരിക്കണം. 2ന് ഈക്വൽ അല്ലെങ്കിൽ 2നേക്കാളും വലുത്, 9നേക്കാളും കുറവ്. ആൻഡ് ഇവൺ നമ്പർ ആയിരിക്കണം. അപ്പോൾ 2 4 6 8 2 4 6 8. ഓക്കെ, ഇനി എന്താ എഴുതേണ്ടത്? എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് മാത്രം. ഏതൊക്കെയാ? 2 ഉണ്ട്, പിന്നെ 6 ഉണ്ട്. അപ്പോൾ 2 6 മാത്രം. സെറ്റ് ഓഫ് 2 6 കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്. എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും എഴുതാനാണ് പറഞ്ഞത്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയിലുള്ള എലമെന്റ്സ് യു എന്ന് ഒഴിവാക്കുക. 2 3 4 6 യു എന്ന് ഒഴിവാക്കുക. 2 3 4 6 ഒഴിവാക്കി. ബാക്കി ഏതൊക്കെ ഉള്ളത്? 1 5 7 8 1 5 7 8. എ കോംപ്ലിമെന്റ് ആയി. 1 5 7 8 തന്നെയല്ലേ? 1 2 3 4 5 6 7 8. ഒന്നും വിട്ടുപോയത്. ഒരു നമ്പർ വിട്ടുപോയാൽ നമ്മൾ ഭയങ്കര സ്ഥിതിയാന്ന് വിചാരിക്കും. ഒരു നമ്പർ വിട്ടുപോയാൽ മതി, ആൻസർ 0 മാർക്ക് കിട്ടും. ഓക്കെ, സോ നമ്മൾ ഒഴിവാക്കേണ്ടത് എയിലത്തെ സാധനങ്ങളാണ്. 2 3 4 6 ഒഴിവാക്കി കഴിഞ്ഞാൽ 1 2 3 4 6 5 7 8 ഉണ്ടാവും. ഓക്കെ, റെഡിയാണ്. ഇനി ബി കോംപ്ലിമെന്റോ?
ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ബിയിലുള്ള എലമെന്റ്സ് യു എന്ന് ഒഴിവാക്കുക. ബിയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 2 3 5 7 2 3 5 7 അല്ലെ 2 3 5 7 2 3 5 7 2 3 5 7 ഓക്കെ. ബാക്കി അതൊക്കെ ഉണ്ട്. 1 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്. 1, 4, 6, 8. ഓക്കെ. വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. നമ്മൾ നേരെ ചെയ്ത സെയിം ക്വസ്റ്റൻ ആണ്, സെയിം ടൈപ്പ് ഇതാ ഇവിടെ ചെയ്ത സെയിം ടൈപ്പ് ക്വസ്റ്റൻ ആണ്. എ ഇന്റർസെക്ഷൻ ബി, അവിടെ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആയിരുന്നു, പക്ഷെ ഇവിടെ നേരെ തിരിച്ച് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ്. സെയിം മെത്തേഡ് തന്നെ. നിങ്ങൾ ആദ്യം എ യൂണിയൻ ബി കണ്ടുപിടിക്കുക. എ യൂണിയൻ ബി മക്കൾ കണ്ടുപിടിക്കുക. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടി ഒരുമിച്ച് എഴുതുക. എയും ബിയും കൂടി ഒരുമിച്ച് എഴുതുക പറഞ്ഞാൽ ഏതൊക്കെ എയിലും ബിയിലും നോക്ക്. 2 3 ഉണ്ട്, പിന്നെ 4 ഉണ്ട്, പിന്നെ 5 ഉണ്ട്, പിന്നെ 6 ഉണ്ട്, 7 ഉണ്ട്. അതായത് 2 മുതൽ 7 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ട്. 2 3 4 5 6 7 എല്ലോ ആയി. ഓക്കെ. ഇനി അതിന്റെ ഹോൾ കോംപ്ലിമെന്റ്, എ യൂണിയൻ ബിന്റെ ഹോൾ കോംപ്ലിമെന്റ് ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ. അതെന്താ വരിക? നമ്മൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഇത്രയും എലമെന്റ്സ് ഒഴിവാക്കുക. 2 3 4 5 6 7 2 3 4 5 6 7 ഒഴിവാക്കി. ബാക്കി ആർക്കുള്ളത്? 1 8 മാത്രം. സെറ്റ് 1, 8 മാത്രം. ഓക്കെ. ഇനി ഇവിടെ ഉള്ളത് കണ്ടുപിടിക്കുക. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്താ? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എടുത്താൽ മതി. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ എലമെന്റ്സ് ആണ്. ആയിരിക്കുക 1 ഉണ്ട്, 8 ഉണ്ട്, സോ 1, 8. രണ്ടും നമുക്ക് സെയിം ആണ് കിട്ടിയത്. 1, 8 സെറ്റ് 1, 8 സെറ്റ് 1, 8 അല്ലെ? സോ ദിസ് വൺ ഇസ് ഈക്വൽ ടു ദിസ് വൺ. Therefore എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോട്ടെ. നോക്കാം. എയും ബിയും രണ്ട് സെറ്റ്സ് ആണ്. സച്ച് ദാറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്. ദാറ്റ് മീൻസ് ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഉള്ളിലാണ് ബി ഉള്ളത്. അപ്പോൾ അതിൻ്റെ സബ്സെറ്റ് ആയിട്ടാണ് എ വരുന്നത്. എ എന്ന് പറഞ്ഞാൽ ബിന്റെ സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഒരുമിച്ച് എഴുതിയാൽ എയും ബിയും കൂടി ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ ഏതാ? സെറ്റ് ബി തന്നെയാണ് വരിക. സെറ്റ് ബി തന്നെയാണ്. സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണത്. എ ബിന്റെ സബ്സെറ്റ് ആണെങ്കിൽ എ ഇസ് സബ്സെറ്റ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും? ബി ആയിരിക്കും. ഏറ്റവും വലിയ സെറ്റ്. ഓക്കെ. നെക്സ്റ്റ് വൺ. എന്നാൽ ഇന്റർസെക്ഷൻ ചോദിച്ചാലോ? സപ്പോസ് ഇന്റർസെക്ഷൻ ചോദിച്ചാലോ? മേ ബി പ്രാവശ്യം ഒരു ട്വിസ്റ്റ് ആയിട്ട് ഇന്റർസെക്ഷൻ ചോദിച്ചാലോ? എന്താ പറയുക? ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ചെറിയ സെറ്റ്. ഒരു സെറ്റ് മറ്റൊരു സെറ്റിന്റെ സബ്സെറ്റ് ആണെങ്കിൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ അതിൽ വലിയ സെറ്റ്, ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ചെറിയ സെറ്റ്. ഓക്കെ. നെക്സ്റ്റ് വൺ. ഒരു സെറ്റിന്റെ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടുണ്ട്. അത് റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് വന്നത്. ഓക്കെ. സിമ്പിൾ ആണ്. എന്താ? എക്സ് ഇസ് എ പോസിറ്റീവ് ഇൻഡിജർ, പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. എപ്പോഴും ശ്രദ്ധിക്കണം, ഇവിടെ പോസിറ്റീവ് ഇൻഡിജർ തന്നിട്ടില്ലെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ കുറച്ച് സീനാണ്. എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 1 എഴുതും, 1 സ്ക്വയർ ലെസ് ദാൻ 40 ആണ്. 2 എഴുതും, 2 സ്ക്വയർ ലെസ് ദാൻ 40 ആണ്. 3 എഴുതും, ഒക്കെ റെഡിയാണ്. പക്ഷെ ഇവിടെ പോസിറ്റീവ് ഇൻഡിജർ തന്നിട്ടില്ലെങ്കിലേ ആ സ്ഥാനത്ത് മൈനസും വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. -1 വരും, -2 വരും, -3 വരും. കാരണം -3 ഹോൾ സ്ക്വയർ 9 ലെസ് ദാൻ 40 അല്ലേ? ആണ്. അപ്പോൾ അത് വരും. പക്ഷെ ഇവിടെ പോസിറ്റീവ് ഇൻഡിജർ തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. അത് ശ്രദ്ധിക്കണം, തന്നിട്ടില്ലെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. സോ ഏതാ വരിക? എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 ആയിരിക്കണം അല്ലെ? അപ്പോൾ 1ന്റെ സ്ക്വയർ 1 ആണ്, ലെസ് ദാൻ 40 ആണ്. 2ന്റെ സ്ക്വയർ 4 ആണ്, ലെസ് ദാൻ 40 ആണ്. 3 വരും, 4 വരും, 5 വരും, 6 വരും. കാരണം 6ന്റെ സ്ക്വയർ 36 ആണ്, ലെസ് ദാൻ 40 ആണ്. 7 വരുമില്ല, കാരണം 7 സ്ക്വയർ 49. 7 49 ആണ്. 49 എന്ന് പറയുന്നത് ലെസ് ദാൻ 40 അല്ല. 7ന്റെ സ്ക്വയറേ ലെസ് ദാൻ 40 അല്ല. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 49 ആണ്, 49 ആണ്. അത് ഗ്രേറ്റർ ദാൻ 40 ആണ്. സോ അത് വരില്ല. അപ്പോൾ 6 വരെ മാത്രം മതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് സെറ്റ് 2. സെറ്റ് 2ന്റെ ഓൾ സബ്സെറ്റ്സ് എഴുതാണ് പറഞ്ഞത്. ആകെ ഒരു എലമെന്റേ ഉള്ളൂ എങ്കിൽ ആകെ എങ്ങനെയാണ് നമ്പർ ഓഫ് സബ്സെറ്റ്സ് കണ്ടുപിടിക്കുക? അത് നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വേറെ ഉണ്ട്. അത് നമുക്ക് അന്നപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇവിടെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പറയാം. ഒരു സെറ്റിൽ n നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ 2n ആണ്. ഇവിടെ ആകെ ഈ സെറ്റിൽ ഒരു എലമെന്റേ ഉള്ളൂ. സോ 2:1 സബ്സെറ്റ്സ് ആണ് അതിനുണ്ടാവുക. അഥവാ 2:1 എന്ന് പറഞ്ഞാൽ 2 സബ്സെറ്റ്സ് അതിനുണ്ടാവുള്ളൂ. ഒരു സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് 5 അല്ലെ? നൾ സെറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ആ സെറ്റ് തന്നെ ഒരു സെറ്റിന്റെ സബ്സെറ്റ് ആണ്. ഒരു സെറ്റിന്റെ സബ്സെറ്റ് ആയിട്ട് ആ സെറ്റ് തന്നെ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ രണ്ട് സബ്സെറ്റ് നമ്മൾ എഴുതി. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് such that x belongs to R -4 less than x less than or equal to 5. ഓക്കെ. സിമ്പിൾ ആണ് സംഭവം. നോക്കുക, നിങ്ങൾ ആദ്യം ഈ രണ്ട് നമ്പേഴ്സ് എഴുതാം മക്കൾ, -4ഉം 5ഉം. ആ രണ്ടും എഴുതാം. എന്നിട്ടല്ലേ
-4ന്റെ അടുത്ത് ലെസ് ദാൻ മാത്രമാണോ അതോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടോ നോക്കുക. ഈക്വൽ ടു ഇല്ല, ലെസ് ദാൻ മാത്രം. അപ്പോൾ -4ന്റെ അപ്പുറത്ത് മക്കൾ ഇങ്ങനത്തെ ബ്രാക്കറ്റ് ഇടാം. ഇനി 5ന്റെ അടുത്ത് ലെസ് ദാൻ മാത്രമാണോ അതോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ നോക്കുക. ഈക്വൽ ടു ഉണ്ട്. ഈക്വൽ ടു ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. അതായത് ഈ ലൈന്, ഈ വരല്ലേ, ഇങ്ങനെ ഒരു വര ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. ഇനി ഇല്ല, അതല്ല, ഇത് മാത്രമേ അതിനുള്ളൂ വെച്ചാൽ നമ്മൾ എന്താ ഇടുക, കർവ്ഡ് ബ്രാക്കറ്റ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി അല്ല, ഏതാ ഈ ആൻസർ വരുന്നത്? നോക്ക്, സാധനം വരുന്നത് ഇതാ, ഓപ്ഷൻ എ. ഓപ്ഷൻ എയിലല്ലേ വരുന്നത്? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം. എക്സ് തന്നിട്ടുണ്ട്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 ആൻഡ് ബി ഈക്വൽ ടു 1,2, സെറ്റ് 1,2. എ റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞത്. ആദ്യം എ റോസ്റ്റർ ഫോമിൽ എഴുതുക. എന്താ പറഞ്ഞത്? എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6, 6നേക്കാളും താഴ്ന്ന നാച്ചുറൽ നമ്പർ 1, 1, 2, 3, 4, 5. ഓക്കെ, നെക്സ്റ്റ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, ലെസ് ദാൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ 6 വേണ്ട. ഓക്കെ, നെക്സ്റ്റ് വൺ റൈറ്റ് എ ഇൻ റോസ്റ്റർ ഫോം. എ ഇന്റർസെക്ഷൻ ബി എഴുതാനാണ് പറഞ്ഞത്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ളതാണ്. 1, 2, 1, 2. എയിലും ബിയിലും 1, 2 കോമൺ ആണ്. 1,2, സെറ്റ് 1,2. നെക്സ്റ്റ് വൺ എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്യുക, അല്ലേ? അതേ മീനിങ് തന്നെയാണ്. എയിൽ നിന്ന് ബിയിലുള്ള എലമെന്റ്സ് ഒഴിവാക്കി കളയാം. ബിയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 1, 2. അത് എയിൽ നിന്ന് ഒഴിവാക്ക്. അപ്പം ബാക്കി എന്തൊക്കെയാണ് ഉള്ളത്? 3, 4, 5. 1, 2 ബിയിലുള്ള എലമെന്റ്സ് 1, 2 ആണ്. ആ 1ഉം 2ഉം നമ്മൾ എയിൽ നിന്ന് ഒഴിവാക്കി. ബാക്കി ആർക്കുണ്ട്? 3, 4, 5. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 1, 2 ഒഴിവാക്കി കഴിഞ്ഞാൽ 3, 4, 5. സെറ്റ് ഓഫ് ഓൾ സെറ്റ് 3, 4, 5. ഓക്കെ, നെക്സ്റ്റ് വൺ എ തന്നിട്ടുണ്ട്. സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ആണ് ചോദിച്ചിട്ടുള്ളത്. സി 2 എത്ര എലമെന്റ്സ് ഉണ്ട് നോക്കുക? 1, 2, 3. അത്രയും സബ്സെറ്റ്സ് ഉണ്ടാവും. 2 എന്ന് പറഞ്ഞാൽ 2, 2, 4, 2, 8 സബ്സെറ്റ്സ് വിൽ ബി ദർ. ഓക്കെ, റൈറ്റ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ ഹാവിംഗ് 2 എലമെന്റ്സ്. 2 എലമെന്റ്സ് ഉള്ള എന്റെ എല്ലാ സബ്സെറ്റ്സും എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, 2 എലമെന്റ്സ് മാത്രമേ. അപ്പോൾ 1ഉം 2ഉം സെറ്റ് 1,2 അതൊരു സബ്സെറ്റ് ആണ്. പിന്നെ സെറ്റ് 1ഉം 3ഉം 1,3. ഓക്കെ, നെക്സ്റ്റ് വൺ സെറ്റ് 1ഉം 2 എഴുതി, 1ഉം 3 എഴുതി. ഇനി 2ഉം 3ഉം 2,3. 2 എലമെന്റ്സിലെ എല്ലാ സബ്സെറ്റ്സും നമ്മൾ എഴുതി. ഓക്കെ, ദെൻ ഇഫ് ദ ഗിവൺ സെറ്റ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് ദ യൂണിവേഴ്സൽ സെറ്റ് യു. ഓക്കെ, ഈ എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുള്ള സെറ്റ് യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണെന്ന് പറയുന്നത്. യു തന്നിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ എ കോംപ്ലിമെന്റ് എഴുതാനാണ് പറഞ്ഞത്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്തുള്ളത്, അതായത് 1, 2, 3 അല്ലാണ്ട് യൂണിവേഴ്സൽ സെറ്റിൽ എന്തൊക്കെ കൊണ്ട് നോക്കുക. 1, 2, 3 അല്ലാണ്ട് അതുകൊണ്ട് 4, 5, 6 ഉണ്ട്. സോ തേർഡ് ക്വസ്റ്റൻ ആൻസർ എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 1, 2, 3 ഒഴിവാക്കി കളയാം. അതായത് എയിലുള്ള എലമെന്റ്സ് ഒഴിവാക്കി കളയാം. ബാക്കി ഇറക്കുന്നത് 4, 5, 6. ഓക്കെ, നെക്സ്റ്റ് വൺ യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. എ യൂണിയൻ ബി എഴുതാനാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരുമിച്ച് എഴുതാം. എയും ബിയും ഒരുമിച്ച് എഴുതാം. 1, 2, 3, 4. 1, 2, 3, 4. പിന്നെ 3ഉം 4ഉം ഓൾറെഡി എഴുതി കഴിഞ്ഞു. പിന്നെ 5ഉം 6ഉം 7ഉം. ഓക്കെ, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്താ വരിക? എ യൂണിയൻ ബി കിട്ടി. ഈ 1, 2, 3, 4, 5, 6, 7 വരെ അത് ഒഴിവാക്കുക. യൂന്ന് 1, 2, 3, 4, 5, 6, 7 വരെ ഉള്ളത് ഒഴിവാക്കി. 1, 2, 3, 4, 5, 6, 7 വരെ ഉള്ളത് ഒഴിവാക്കി. ബാക്കി എന്തൊക്കെയാണുള്ളത്? 8, 9. 8, കഴിഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. സ്ലൈഡിൽ മായ്ക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. നോക്കുക, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഇന്റർസെക്ഷൻ ബി? ഓക്കെ, ശ്രദ്ധിക്കണം. ഇതെന്താ വരിക? -2 എഴുതുക മക്കള്, 5 എഴുതുക. -2ന്റെ അടുത്ത് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. സ്ക്വയർ ബ്രാക്കറ്റ് 5ന്റെ അടുത്തും സ്ക്വയർ ബ്രാക്കറ്റാണ് വരിക. ഓക്കെ, ദെൻ ഇവിടെയോ? അവിടെ എന്താ വരിക? ബീന്റെ സ്ഥാനത്ത് 2 എഴുതുക, 6 എഴുതുക. എന്നിട്ട് 2ന്റെ അടുത്ത് ഈക്വൽ ടു ഇല്ല. അപ്പോൾ എന്താ? ഈ ഒരു ഓപ്പൺ ബ്രാക്കറ്റ്, ഇങ്ങനത്തെ ഒരു ബ്രാക്കറ്റ്. അത് 2 അവിടെ ഇൻക്ലൂഡിങ് അല്ല എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. 2 ഉണ്ടാവില്ല അതിൽ. ഓക്കെ, ഇവിടെയാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. 6 അവിടെ ഉണ്ടാവും. ദാറ്റ് മീൻസ് അവിടെ സ്ക്വയർ ബ്രാക്കറ്റ്. ഇതിന് രണ്ടിനെയും കോമൺ ഏരിയ എന്താ? ഇവിടെ പറയുന്നത് -2 മുതൽ 5 വരെയുള്ള എല്ലാം എടുക്കണം. -2 മുതൽ 5 വരെയുള്ള എല്ലാം എടുക്കണം. -2 എടുക്കണം, 5 എടുക്കണം. ഓക്കെ, ഇവരിവിടെ പറയുന്നത് 2 എടുക്കരുത്. 2ന്റെ മേലോട്ടേക്കുള്ളത് എടുക്കാൻ പാടുള്ളൂ. എന്നപ്പോൾ ഇതിന് കോമൺ ആയിട്ടുള്ളത് എന്താ വരിക? സി, രണ്ടിലും കൂടെ കോമൺ ആയിട്ട് വരുന്നത് ഏരിയ ഏതാ മക്കൾ ആലോചിച്ച് നോക്കുക. ഇപ്പം ഇവർ പറയുന്നത് -2 മുതൽ 5 വരെയുള്ള എല്ലാം എടുക്കണം എന്നാണ് പറയുന്നത്. എല്ലാം എടുക്കണം. ഇവരിവിടെ പറയുന്നത് 2 മുതൽ 2 ഇൻക്ലൂഡിങ് അല്ല. അതുകൊണ്ട് അത് 2 ഇങ്ങനെ ഇട്ട് 6 വരെയുള്ള 6 ഇൻക്ലൂഡിങ് ആണ്. എല്ലാം എടുക്കണം എന്നാ.
അപ്പോൾ ഇതിൽ കോമൺ ഏരിയ ഏതാ? രണ്ടിലും കൂടെ കോമൺ ഏരിയ ഇതാ ഈ ഒരു പോർഷനാണ് കോമൺ ആയിട്ടുള്ളത് അല്ലേ? ഓക്കെ, അതിൽ 2 ഇൻക്ലൂഡിങ് ആണോ? 2 ഇൻക്ലൂഡിങ് ആവരുതെന്ന് ഇവിടെ അവർ പറയുന്നുണ്ട്. ഇവിടെ അവർ 2 ഇൻക്ലൂഡിങ് ആവരുതെന്ന് പറയുന്നുണ്ട്. അന്നപ്പോൾ എന്താ, 2ൻ്റെ അടുത്ത് നമുക്ക് ഇൻക്ലൂഡിങ് അല്ലാത്തത് ഇടാം. 2ൻ്റെ അടുത്ത് ഇൻക്ലൂഡിങ് അല്ലാത്ത ബ്രാക്കറ്റ് ഇടാം. ഓക്കെ, പിന്നെ 6 വരാൻ പാടില്ല, കാരണം 5 വരെ വരാൻ പാടുള്ളൂ എന്ന് ഇവിടെ അവർ പറയുന്നുണ്ട്. ഇവിടെ 5ൻ്റെ മേലോട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ കോമൺ ആയിട്ടുള്ളത് ഇതാ ഈ ഒരു ഏരിയ മാത്രമാണ് അല്ലേ? അപ്പോൾ 5 ഇൻക്ലൂഡിങ് ആണ്. 5 ഇൻക്ലൂഡിങ് ആണ്. അത് ഇതിലും 5 ഇൻക്ലൂഡിങ് ആണ്. അപ്പോൾ എന്താ വരിക, 2ൻ്റെ അടുത്ത് ഓപ്പൺ ബ്രാക്കറ്റ് ഇടുക, 5ൻ്റെ അടുത്ത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടുക. ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? പഠിച്ചില്ലേ? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. സോ കൃത്യമായിട്ട് മക്കൾ എല്ലാ ക്വസ്റ്റൻസും എക്സാമിന് വരുന്ന എല്ലാ ക്വസ്റ്റൻസും അറ്റൻഡ് ചെയ്തോളാം. ഇതേ ടൈപ്പ് ക്വസ്റ്റൻസ് തന്നെ മക്കൾക്ക് എക്സാം ഹാളിൽ കാണാൻ കഴിയും. NCERTയിലെ കൂടുതൽ ക്വസ്റ്റൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ആൻഡ് സെറ്റ്സ് അത്ര കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ചാപ്റ്ററാണ്, നമുക്ക് നല്ല മാർക്ക് കിട്ടുന്ന ചാപ്റ്ററാണ്. സോ നല്ല രീതിക്ക് പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്തോളാം കേട്ടോ. ബൈ.